മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് 3 മിനിറ്റിൻ്റെ പ്രാർത്ഥനയുടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാവരെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. മകളെ, നിൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈശോയ്ക്ക് പറന്നു വരാനായിട്ട് സാധിക്കും. രോഗമോ പീഡയോ പൈശാചിക ബന്ധനങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. ഇതാ വചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മകളെ, നമുക്കറിയാം, രോഗികളോടും പാപികളോടും യേശുവിന് പ്രത്യേകമായൊരു താല്പര്യവും പരിഗണനയുമുണ്ട്. പിശാചിനെ ബഹിഷ്കരിക്കുവാനായി, രോഗികളെ സുഖപ്പെടുത്തുവാനായി 12 ശിഷ്യന്മാരെ അധികാരം കൊടുത്ത് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ആ ശുശ്രൂഷ സഭയിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈശോ നമ്മുടെ കണ്ണീര് തുടയ്ക്കുവാനായിട്ട് ഇതാ വരികയാണ് നമ്മുടെ അടുത്തേക്ക്. നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾ ഉണക്കാൻ ഈശോ അടുത്തേക്ക് കടന്നു വരികയാണ്. നിന്റെ ദാരിദ്ര്യവും നിന്റെ വേദനയും മാറ്റുവാനായിട്ട് ഈശോ കൊതിക്കുകയാണ്. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും പാപ സാഹചര്യങ്ങളും കർത്താവ് എടുത്തു മാറ്റുവാനായിട്ട് നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. തളർവാദ രോഗിയോട് പറഞ്ഞതുപോലെ നിന്റെ ആധിയും നിന്റെ ആകുലതയും നിന്റെ വ്യാധികളും കർത്താവ് എടുത്തു മാറ്റുവാനായിട്ട് കടന്നു വരികയാണ്. ഇന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക, ശക്തി സംഭരിക്കുക, കരുത്താർജിക്കുക. നീ എവിടെയാണെങ്കിലും നിൻ്റെ അടുത്തേക്ക് വരാൻ ഈശോയ്ക്ക് സാധിക്കും. നിൻ്റെ ഏത് ആവശ്യങ്ങളുടെ മേലും കർത്താവിന് ഭരണം നടത്തുവാൻ സാധിക്കും. ഒന്നു മാത്രം, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ നമ്മുടെ പക്കലേക്ക് വന്ന് നമ്മെ വാരി പുണർന്നുകൊണ്ട് നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറവുകളും ക്ഷമിച്ചുകൊണ്ട് ധൈര്യമായിരിക്കുക, വിശ്വസിക്കുക, നിനക്ക് അത്ഭുതങ്ങൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഓരോരുത്തരും ശക്തിപ്പെടുത്തുകയാണ്. ഡോക്ടർമാർ, നഴ്സുമാർ, തൊഴിലാളികൾ, വൈദികർ, പ്രേക്ഷിതർ, ശുശ്രൂഷകർ, എല്ലാവരുടെ അടുത്തേക്കും ഈശോ കടന്നു വരികയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.